റിസർച്ച് മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് റിസർച്ചിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനാണ്. റിസർച്ചിൻ്റെ അർത്ഥവും അതിൻ്റെ നിർവചനവുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അടുത്ത മീനിങ് ഓഫ് റിസർച്ച് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. മീനിങ് ഓഫ് റിസർച്ച്. റിസർച്ച് മീൻസ് സെർച്ച് ഫോർ നോളജ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ നോളജ് ആണ്. നോളജിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് അറ്റ് ഡിസ്കവറിംഗ് ദ ട്രൂത്ത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സത്യ അന്വേഷണമാണ്. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ആൻഡ് പവർഫുൾ ടൂൾ ഇൻ ലീഡിങ് മെൻ ടുവാർഡ്സ് പ്രോഗ്രസ്. അപ്പോൾ മനുഷ്യരെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൂളാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ടു ഡിസ്കവർ ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ബൈ അപ്ലൈയിങ് സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ ശാസ്ത്രീയമായ മെത്തേഡുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യനുകളുടെ ആൻസറുകൾ കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെർച്ച് ഫോർ നോളജ് ത്രൂ ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. അപ്പോൾ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിട്ടയായ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠമായ ഒരു മെത്തേഡിലൂടെ ഉള്ള ഒരു സെർച്ച് ഫോർ നോളജ് ആണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ സെർച്ച് ഫോർ നോളജ് ത്രൂ സിസ്റ്റമാറ്റിക് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. Therefore, research is a process of systematic and in-depth study or search of any particular topic, subject or area of investigation supported by collection, computation, presentation and interpretation of relevant data. അതായത് റിസർച്ച് എന്ന് പറഞ്ഞാൽ റിസർച്ച് പ്രക്രിയ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് ചിട്ടയായ ഇൻഡെപ്ത് സ്റ്റഡിയാണ്, ആഴത്തിലുള്ള ഒരു പഠനമാണ്. അല്ലെങ്കിൽ ഇത് സെർച്ച് ഓഫ് എനി പർട്ടിക്കുലർ ടോപ്പിക്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ മേലുള്ള അന്വേഷണമാണ്. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സബ്ജക്റ്റോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതിൽ മേലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് റിലവൻ്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ കളക്ഷൻ, കമ്പ്യൂട്ടേഷൻ, പ്രസൻറ്റേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ, ഇതാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ടോപ്പിക്കിൽ മേലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ കളക്ഷൻ, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, ആ ഡേറ്റയുടെ പ്രസൻറ്റേഷൻ, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ഇതൊക്കെയാണ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവസാനമായിട്ട് റിസർച്ചിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. അക്കോർഡിംഗ് ടു ക്ലിഫോർഡ് ഊഡി, റിസർച്ച് കംപ്രൈസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്, formulating hypothesis, collecting, organizing and evaluating data, making deductions and research conclusion, and at last carefully testing conclusions to determine whether they fit the formation of hypothesis. അപ്പോൾ ക്ലിഫോർഡ് കൂടി റിസർച്ചിനെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു. ഒരു പ്രശ്നത്തിൻ്റെ നിർവചനവും പുനർനിർവചനവും, ഹൈപ്പോത്തിസിസ് അഥവാ അസംഷൻസ് അഥവാ പരികൽപ്പന, അതിൻ്റെ രൂപീകരണം, ഡേറ്റയുടെ ശേഖരണം, സംഘാടനം, മൂല്യനിർണ്ണയം, കുറവ് വരുത്തലും ഗവേഷണ നിഗമനങ്ങളും. ഗവേഷണ നിഗമനം എന്ന് പറയുമ്പോൾ റിസർച്ച് കൺക്ലൂഷൻസ്. അതുപോലെ അവസാനമായി ഫോർമേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, പരികൽപ്പന രൂപീകരണത്തിന് അവ യോജിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായി ശ്രദ്ധാപൂർവമുള്ള നിഗമന പരിശോധനകൾ, ടെസ്റ്റിംഗ് കൺക്ലൂഷൻസ് എന്നിവയാണ് റിസർച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ക്ലിഫോർഡ് കൂടി പറഞ്ഞ അഭിപ്രായത്തിൽ റിസർച്ച് കംപ്രൈസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്, formulating hypothesis, collecting, organizing and evaluating data, making deductions and research conclusions, and at last carefully testing conclusions to determine whether they fit
the formation of hypothesis.